ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും ഏറെ നാളായി കാത്തിരുന്ന ഒരു വാർത്ത അറിഞ്ഞ ഒരു സന്തോഷത്തിലും ചിലർ ദുഃഖത്തിലൊക്കെ ആയിരിക്കും അല്ലേ, ചിലർ നല്ല ടെൻഷനിലായിരിക്കും. എന്താണ് ആ വാർത്ത? നമ്മുടെ ഈ വർഷത്തെ, അതായത് 2024-25 അക്കാഡമിക് ഇയറിലെ SSLC പരീക്ഷാ ഡേറ്റ്, SLC പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഔദ്യോഗികമായി തന്നെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ് അല്ലേ. എപ്പോഴാണ് ഡേറ്റ് തുടങ്ങുന്നത്? മാർച്ച് 3-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കിയാലോ. അപ്പം മാർച്ച് 3-നാണ് നിങ്ങളുടെ SLC പബ്ലിക് എക്സാം തുടങ്ങുന്നതെങ്കിലും അതിനു മുമ്പ് നമുക്ക് കുറേ എക്സാംസ് ഒക്കെ നടക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നടക്കേണ്ടതായിട്ടുള്ളത്? IT എക്സാംസ്, IT പ്രാക്ടിക്കൽ, മോഡൽ എക്സാംസ് തുടങ്ങിയ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? IT മോഡൽ എക്സാം ജനുവരി 20 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് നമ്മുടെ IT-യുടെ മോഡൽ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ IT-യുടെ പബ്ലിക് എക്സാം നമുക്കറിയാം, നമ്മൾ ലാബിൽ പോയി കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ IT-യുടെ പബ്ലിക് എക്സാം ഫെബ്രുവരി 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലാണ് IT പബ്ലിക് എക്സാം. 2024-25 വർഷത്തെ SSLC-യുടെ IT പബ്ലിക് എക്സാം, സാധാരണ നമ്മൾ എഴുതേണ്ട IT-യിലെ നമ്മുടെ പരീക്ഷ, അത് എപ്പോഴാണ് നടക്കേണ്ടത്? ഫെബ്രുവരി 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലാണ്. പിന്നീടോ അതിനുശേഷം നമ്മുടെ SLC എക്സാമിന് മുൻപ് നമ്മുടെ മോഡൽ എക്സാംസ് നടക്കും. അപ്പോൾ എപ്പോഴാണ് മോഡൽ എക്സാംസിൻ്റെ ഡേറ്റ്? ഫെബ്രുവരി 17 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ നടക്കുക SSLC മോഡൽ എക്സാമിനേഷൻ നടക്കുക. അതായത് 5 ദിവസം കൊണ്ട് നമ്മുടെ മോഡൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആവും. അത് എന്തുകൊണ്ട് 5 ദിവസം കൊണ്ട്? നമുക്ക് കൂടുതൽ സമയം പഠിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട സമയമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എക്സാംസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ കയ്യിലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കൂടുതലായി ചെയ്ത് നമുക്ക് കൂടുതൽ എന്താ പറയുക, നന്നായി പ്രിപ്പയർ ആവേണ്ടി ഇരിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് 5 ദിവസം കൊണ്ട് നമ്മുടെ മോഡൽ എക്സാംസ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഒരു ദിവസം ഒന്നിലധികം എക്സാംസ് ഉണ്ടാകുന്നുള്ള കാര്യം തീർച്ചയാണ് അല്ലേ. അതിനുശേഷം നമ്മുടെ പബ്ലിക് എക്സാം എപ്പോഴാണ് ആരംഭിക്കുന്നത്? പബ്ലിക് എക്സാം ആരംഭിക്കുന്നത് മാർച്ച് 3-ന് ആരംഭിച്ച് മാർച്ച് 26 വരെ നീണ്ടു നിൽക്കും നമ്മുടെ പബ്ലിക് എക്സാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് കഴിഞ്ഞ വർഷം എപ്പോഴാണ് തുടങ്ങിയത്? മാർച്ച് 4-ന് തുടങ്ങിയത് അല്ലേ. പക്ഷേ ഇപ്രാവശ്യം ഒരു ദിവസം കൂടെ നമ്മൾ പിന്നോട്ടെടുത്ത് ഒരു ദിവസം കൂടെ നമ്മൾ മുന്നോട്ടായി അല്ലേ. നമ്മൾ മാർച്ച് 4-ന് എക്സാം ഉണ്ടായിരുന്നത് ഈ വർഷം എങ്ങനെയായി? മാർച്ച് 3 തൊട്ട് ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ മാർച്ച് 3-ന് എക്സാം സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 26-ന് അവസാനിക്കുന്ന വിധത്തിലാണ് ഇപ്രാവശ്യത്തെ സമയം ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. പിന്നെ അതോടൊപ്പം തന്നെ SLC റിസൾട്ടിൻ്റെ കാര്യം കൂടെ, SLC ഫലപ്രഖ്യാപനത്തിൻ്റെ കാര്യം കൂടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴായത്? മെയ് 3-ാം വാരത്തിനകം, അതായത് മെയ് 3-ാമത്തെ ആഴ്ചക്കകം, അതായത് ഏകദേശം ഒരു മെയ് 20-നകം നമ്മുടെ SLC-യുടെ റിസൾട്ട് ഉണ്ടാകും, റിസൾട്ട് പ്രഖ്യാപനവും നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? ഇനിയെല്ലാം നമുക്ക് ഓരോ ദിവസം ഏതൊക്കെ എക്സാംസ് ആണെന്നല്ലേ. അപ്പം മാർച്ച് 3-നാണ് എക്സാം തുടങ്ങുന്നത്. മാർച്ച് 3 തിങ്കളാഴ്ചയാണ്, മൺഡേ. അപ്പം തിങ്കളാഴ്ച ഫസ്റ്റ് ലാംഗ്വേജ്, അതായത് മലയാളം ഫസ്റ്റ് നമ്മൾ പറയുന്നില്ലേ, സംസ്കൃതം ഏതാണോ അതാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഡേ, അതായത് മാർച്ച് 3-ലെ എക്സാം. മാർച്ച് 3-ന് കഴിഞ്ഞാൽ അടുത്ത എക്സാം എപ്പോഴാണ്? മാർച്ച് 5 ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഇംഗ്ലീഷാണ്. പിന്നെയോ അതിനുശേഷം മാർച്ച് 7 വെള്ളിയാഴ്ച മലയാളം സെക്കൻഡ് എക്സാം. പിന്നെയോ മാർച്ച് 10-ന് തിങ്കളാഴ്ച സോഷ്യൽ സയൻസ്. മാർച്ച് 17-ന് 10-ാം തീയതി കഴിഞ്ഞാൽ ആലോചിക്കണം, 10-ാം തീയതി കഴിഞ്ഞാൽ 6-7 ദിവസം ഗ്യാപ്പ് ഉണ്ട് അടുത്ത എക്സാമിന്. അപ്പം 17-ാം തീയതിയിലെ എക്സാം ഏതാണ്? നമ്മുടെ മാത്സ് എക്സാമാണ്. അപ്പോൾ മാർച്ച് 10-ന് സോഷ്യൽ കഴിഞ്ഞാൽ അടുത്ത എക്സാം മാർച്ച് 17-ന് സോഷ്യൽ സയൻസ്. മാർച്ച് 19-ന് ഹിന്ദി. മാർച്ച് 21 ഫിസിക്സ്. മാർച്ച് 24-ന് കെമിസ്ട്രി. മാർച്ച് 26-ന് ബയോളജി. എന്നിങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ അടക്കം നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടൈം ടേബിൾ അടക്കം വന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ, ഇനി അരയും തലയും മുറുക്കി അങ്ങ് നമ്മൾ ഇറങ്ങുക, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ അല്ലേ. ഇനി ആകെ ഇന്നിപ്പം നവംബർ 1-ആയി, നവംബർ മാസം ആരംഭിച്ചു കഴിഞ്ഞു. നവംബർ 1-നാണ് മന്ത്രി നമ്മുടെ SLC എക്സാമിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എത്ര ദിവസമുള്ളത്? നമുക്ക് വിരലുണ്ടാവുന്ന ദിവസങ്ങൾ അല്ലേ. ഇനി എത്ര പോലെയുള്ളത്? നവംബർ മാസം തീരാനുണ്ട്. പിന്നെ ഡിസംബറായി, ജനുവരി തൊട്ട് നമ്മുടെ IT എക്സാം, പ്രാക്ടിക്കൽ എക്സാം, മോഡൽ എക്സാം തുടങ്ങിയ കാര്യങ്ങൾ വരെയല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് ജനുവരി വരെ മാത്രമേ പൂർണ്ണമായും കിട്ടുകയുള്ളൂ. ഫെബ്രുവരിയിൽ തൊട്ട് നമുക്ക് ഫുൾ ടൈറ്റ് ഷെഡ്യൂളായി, നമുക്ക് ടൈറ്റായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് ജനുവരി തൊട്ട് പഠിക്കാമെന്ന് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നും പാടില്ല.
പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഫുള്ളി ഇൻവോൾവ് ആയിരിക്കണം. നമ്മുടെ SLC പ്രധാനപ്പെട്ട എക്സാമാണ്, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി എഴുതുന്ന പബ്ലിക് എക്സാമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ എല്ലാവിധ എനർജിയും ഉപയോഗിച്ച് നമ്മൾ പരമാവധി എവിടെ നിന്നൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിച്ച് പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് എവിടെ നിന്നൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് നമുക്ക് കൂടുതൽ നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ചെയ്ത് നമ്മൾ ഉഷാറാക്കിയാണ് വേണ്ടത്. അപ്പം ഇനി ആകെ നമുക്ക് അത്ര പോലെ ദിവസമേ ഉള്ളൂ അല്ലേ, വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആരും സമയം പാഴാക്കി കളയാണ്ട് നമുക്ക് ഫുള്ളി എനർജറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് SLC നമുക്ക് പറ്റുന്ന ഏറ്റവും മികച്ച റിസൾട്ട് ആയിരിക്കണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. എല്ലാവർക്കും ഫുൾ A+ വാങ്ങാൻ പറ്റണം എന്നില്ല, എല്ലാവർക്കും 9 A+ വാങ്ങാൻ പറ്റണം എന്നില്ല. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റണം അല്ലേ. നാട്ടിൽ തല ഉയർത്തി റിസൾട്ട് വന്നിട്ട് എനിക്ക് ഇത്ര നല്ല മാർക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി മാർക്കായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. ഓക്കെ, നമ്മളെ കഴിവ് ഇതല്ല, നമ്മുടെ കഴിവ് ഇതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് ഒരവസരം ഉണ്ടാക്കരുത്. അതിനർത്ഥം എന്താ, നമ്മൾ ഏറ്റവും ഹൈ ആയിട്ട് നമ്മളെ കൊണ്ട് പരമാവധി മാക്സിമം എഫേർട്ട് നമ്മളിട്ട് മാക്സിമം മാർക്ക് നമ്മൾ ഈ SLC എക്സാമിന് വാങ്ങുന്ന ഇന്ന് ഈ വീഡിയോ കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടുകാർ ഉറപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.